നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറാണ്. കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബോഡി ഷെയ്മിങ്ങും ജാതി വിവേചനവും കോളേജിൽ നിരന്തരം നേരിടാറുണ്ട് എന്നതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രത്യാഘാതം ഭയന്നാണ് പരാതിപ്പെടാത്തതെന്ന് വിദ്യാർത്ഥികൾ ന്യൂസ് 18നോട് പറഞ്ഞു. ഞങ്ങളിപ്പോൾ യൂണിയൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന അനുശോചനമാണ്. കൂടെ ഞങ്ങളുടെ കൂടെ ഇൻറ്റേൺസും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവർ നമ്മുടെ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ നിതിൻ്റെ കേസിലും നമ്മുടെ ഈ സാറുമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ മിസ്മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഹറാസ്മെൻറ്റും അതിൻ്റെക്കെതിരെ നമ്മളിത് ഒരു തീരുമാനം വരുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ആ തീരുമാനം വരുന്നവരെ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പരാതിയായിട്ട് പലരും വന്നിട്ടുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഗെറ്റ്സ് റിസോൾവ്ഡ്. ആൻഡ് ഇപ്പോഴാണ് പലരും പേടി കാരണം പരാതി പറയാതിരുന്നിട്ടുണ്ട്. ഞാൻ അറിയുന്നതായിട്ട് അങ്ങനെയല്ല. പക്ഷെ കഴിഞ്ഞ വർഷം കുറെ കുട്ടികൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അറിയുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഭയമാണ്. അങ്ങനെ ഇവിടെ എല്ലാവരും പഠിച്ചെങ്ങനെങ്കിലും പാസ്സായി. കാരണം ഇറ്റ്സ് വെരി സ്ട്രെസ്ഫുൾ കോഴ്സ്. അപ്പം അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് ബാക്ക് ആവാണ്ട് പഠിച്ച് പാസ്സായി പോകണം എന്നുള്ളതാ. സോ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി കൺസേൺഡ് ആയിട്ട് പലരും കംപ്ലൈന്റ്സ് ആയിട്ട് വരാറില്ല. സാമ്പത്തിക അവസ്ഥയെ പറ്റി ക്ലാസ് ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ എത്രയാണ് ശമ്പളം കിട്ടുന്നത്, എന്താണ് ജോലി, അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. കളറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ജാതിപരമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. കുട്ടി ഞങ്ങളുടെ ക്ലാസ്സിലല്ല, ഞങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണ്. പക്ഷെ ആ കുട്ടി പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി സത്യമാണെന്ന് പറയാൻ കാരണം നമുക്കത് അനുഭവം ഉള്ളത് കൊണ്ടാണ്. കുറെ കുട്ടികൾക്ക് ട്രോമാസ് ഉണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, എക്സാം എഴുതിപ്പിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ മേ ബി അവര് ക്ലാസ്സിൽ വന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിന്നെ എക്സാം എഴുതിപ്പിക്കില്ല. ഇനിയിപ്പോ എക്സാമിന് വരുന്നത് എന്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ എന്റെ ജൂനിയർ ആണ്, അപ്പൊ നിന്നെയൊക്കെ ഞാൻ പ്രാക്ടിക്കലി തോപ്പിക്കും, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ മോസ്റ്റ്ലി ഇപ്പൊ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ കാണാം, ഓരോ പേഴ്സണലി ഓരോ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട്. ഓരോ കുട്ടികൾ അവരവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണെന്ന് കൂടെ മനസ്സിലാകുന്നില്ല. കാരണം ഇത്രയും വർഷം ഇതിന്റെ ട്രോമയിൽ കൂടെ കടന്നുപോയിട്ട് ഇത് ഇത്ര വലിയ സീരിയസ് കാര്യമാണോന്ന് പോലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കൊരു റിയാലിറ്റി ഉണ്ടാവുന്നത്. ശരിക്കും ഞങ്ങളും അത്ര ട്രോമയിലാണ്. ഈ കുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്താലോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ട്രോമയാണോ, ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, ഏത് സ്റ്റേറ്റിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നതെന്ന് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് അഡാപ്റ്റ് ആയി തോന്നുന്നു മേ ബി. നിതിന്റെ മരണം സംഭവിച്ച് 3 ദിവസം പിന്നിടുമ്പോഴാണ് കൂടുതൽ കുട്ടികൾ ഇതുപോലെ തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. MK റാം സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നു, ഈ സസ്പെൻഷനിലായ അധ്യാപകൻ അധിക്ഷേപിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏത് സാഹചര്യത്തിലൂടെയാണ്, ഏത് അവസ്ഥയിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നതെന്ന് ഇപ്പോഴാണ് തങ്ങൾക്ക് ബോധ്യം വരുന്നത് എന്നതുകൂടി ഓരോ കുട്ടികളും പുറത്ത് പറയുകയാണ്. ഈ സാഹചര്യത്തിൽ കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുക കൂടി ചെയ്തു. വലിയ പ്രതിഷേധമാണ് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ ഉയരുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തതായി യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടെന്ന് തെളിഞ്ഞതായും M. ഷാജർ പറഞ്ഞു.
സംസ്ഥാന വിഭജന കമ്മീഷൻ ഈ വിഷയത്തിൽ ഇതിൻ്റെ ആദ്യം തന്നെ ഒരു സ്വമേധയാ കേസെടുത്ത് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം ഇന്ന് വിഭജന കമ്മീഷൻ ഇവിടെ വന്ന് വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ബാച്ച് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവധിയായതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയും യൂണിയൻ ഭാരവാഹികളാണ് നേരിട്ട് കണ്ടത്. അവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, പൊതുവിൽ ക്യാമ്പസിൽ ഈ ആരോപണ വിധേയനായ അധ്യാപകനെ സംബന്ധിച്ച് അദ്ദേഹം പൊതുവിൽ വിദ്യാർത്ഥികളെ ബോഡി ഷേമിംഗ് നടത്തുന്നതും നിറം നോക്കി ഈ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് കോക്രോച്ച്, വൈറ്റ് കോക്രോച്ച്, മെലിഞ്ഞ കുട്ടികളെ നോക്കിയിട്ട് ക്യാൻസർ പേഷ്യൻറ്റ് ഇങ്ങനെയൊക്കെ വിധിച്ച് അധിക്ഷേപിക്കുന്ന രീതിയുണ്ട് എന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഈടാക്കുക, വലിയ പൈസയുടെ പുസ്തകം രേഖപ്പെടുത്തുക, ഈ 2000 പേജിൻ്റെ പുസ്തകം എഴുതിപ്പിക്കുക, ആ നിലയിലുള്ള ഒരു ഹരാസ്മെൻറ്റ് എന്നാൽ ഒരു റാഗിങ് നടക്കുന്നുവെന്ന് അധ്യാപകരുന്നുണ്ടെന്ന് ഒരു പൊതുവിവരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് 16-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ ക്ലാസ് ആരംഭിക്കുക. അന്ന് വന്ന് വീണ്ടും വിദ്യാർത്ഥികളെ കൂടി കണ്ട ശേഷം വിഭജന കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. വിഭജന കമ്മീഷൻ ആ നിലയിൽ നടപടികൾ നീക്കുകയാണ്. ഒപ്പം നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. BJP സംസ്ഥാന സെക്രട്ടറി പി ശ്യാംരാജ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. സാംസ്കാരിക കേരളത്തിൽ ഇന്നും ജാതീയമായ വേർതിരിവുകൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് സംസ്ഥാന SC/ST കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പ്രതികരിച്ചു. ഈ സംഭവത്തെക്കുറിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും കണ്ണൂർ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ശേഖരിക്കുകയുണ്ടായി. ഇന്നലെ പിന്നെ ഓഫീസ് അവധിയായതുകൊണ്ട് ഓഫീസിലേക്ക് വരാൻ പറ്റിയില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്നിപ്പോൾ കൃത്യമായി വളരെ അനുയോജ്യമായ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു അസ്വാഭാവിക മരണമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പക്ഷേ ഇതിൽ വ്യക്തമായ പരാതിയുള്ളതുകൊണ്ട് പ്രേരണാക്കുറ്റം ചുമത്തി ആത്മഹത്യ നടത്തിയതായിട്ടുള്ള ഒരു കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. അത് കറക്റ്റാണ്. നിതിൻ രാജിന്റെ മരണത്തിന് പിന്നിൽ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദമുണ്ടോ എന്ന ഒരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അക്കാര്യം പോലീസ് പരിശോധിക്കുന്നു. ഇത്തരം സൂചന നൽകുന്ന ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളിലേക്ക് കൂടി പോലീസ് നീങ്ങുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഒരു അധ്യാപികയ്ക്ക് ലോൺ ആപ്പിൽ നിന്ന് കോളുകൾ വന്നിരുന്നു. അതിനെതിരെ അധ്യാപിക പരാതി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം ഈ അധ്യാപികയുടെ പേരുപയോഗിച്ചോ അതോ ലോൺ ആപ്പ് ഹാക്ക് ചെയ്തതിനു ശേഷം അധ്യാപികയെ സമീപിക്കുകയായിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന ഉണ്ടാകും എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ സൂചിപ്പിച്ചിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൂടി പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഇതിൽ 2 സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിരന്തരമുള്ള ജാതി അധിക്ഷേപം അത് ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ അതോ ഈ ലോൺ ആപ്പുകളുടെ സമ്മർദ്ദം വലിയ രീതിയിൽ നിതിൻ അനുഭവിച്ചോ അതും കാരണമായോ തുടങ്ങിയ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ സസ്പെൻഷനിലായ അധ്യാപകൻ റാം അയാൾ നിരന്തരം പല കുട്ടികളെയും അധിക്ഷേപിച്ചിരുന്നു, റാഗ് ചെയ്തിരുന്നു, വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അത് പലതരത്തിലുള്ള ഹരാസ്മെന്റ് നേരിട്ടിരുന്ന കാര്യം വിദ്യാർത്ഥിനികൾ തന്നെ നമ്മളോടൊപ്പം തുറന്നു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ഈ വിദ്യാർത്ഥികൾ ഒന്നാകെ അധ്യാപകനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? രേണുക, നിതിൻ രാജ് തന്റെ അവസാന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ, അതോടൊപ്പം കുടുംബം ഉന്നയിച്ച ആരോപണം, ഇതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. അല്പസമയം മുമ്പാണ് ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായത്. അതെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. രാവിലെ ആദ്യം KSUവിന്റെ പ്രതിഷേധ പ്രകടനമായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് ഈ മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് വരെ അകത്ത് എത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെ BJP, ABVP, SFI, AISF, മഹിളാ സംഘടനകൾ തുടങ്ങി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയ ഒരു സ്ഥലമാണിത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ 7 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. രേണുക തുടക്കത്തിൽ സൂചിപ്പിച്ചതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ മൊബൈൽ ലോൺ ആപ്പ് വഴി
നിതിന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ലാതെ തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അത് വലിയ തോതിൽ സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് കുട്ടികളുടെ മൊഴിയുള്ളത്. അതോടൊപ്പം യുവജന കമ്മീഷൻ അല്പസമയം മുമ്പ് ഇവിടെ നിന്നും മൊഴി രേഖപ്പെടുത്തി ഇവിടുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം മൊഴി രേഖപ്പെടുത്തിയപ്പോഴും കുട്ടികൾ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. വലിയ തോതിൽ ബോഡി ഷെയ്മിങ്, അതുപോലെ ജാതീയമായ അധിക്ഷേപം തുടങ്ങി ഇവർക്ക് വലിയ തോതിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപം ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരം മൊഴികളെല്ലാം പോലീസിനും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം യുവജന കമ്മീഷൻ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്നും നിർണായകമായ CCTV ദൃശ്യങ്ങൾ, അതായത് നിതിൻ രാജ് ഏറ്റവും അവസാനം ഈ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ ഉണ്ടായ സംഭാഷണം അത് എന്താണെന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ വളരെ വേഗം തന്നെ പോലീസിന് ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിലുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു ചില രേഖകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നമ്മോട് വ്യക്തമാക്കിയത്. അതായത് വളരെ പ്രധാനമാണ് ഈ കാര്യം. പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന നിതിൻ രാജ് പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നുമുണ്ടായ സംഭാഷണം? അത് ഈ മൊബൈൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അതല്ല നിതിൻ രാജ് സഹികെട്ട് ഈ MK റാം എന്ന് പറയുന്ന ഈ വകുപ്പ് മേധാവിയോട് അവസാനം വളരെ വിഷമത്തോടെ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടതൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ആ ശബ്ദ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടികൾ എടുക്കാനോ അത്തരത്തിൽ താക്കീതോ ഈ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും നൽകിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിക്കും. CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു, ഇവിടെ നിന്നും കൊണ്ടുപോയി കഴിഞ്ഞു. രാവിലെ തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു. എന്തായാലും വളരെ പെട്ടെന്ന് പോലീസിൽ അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കും. ഏതായാലും ഈ റാമും അതുപോലെ തന്നെ സംഗീതയും ഇവർ രണ്ടുപേരാണ് നിലവിൽ കേസിലെ പ്രതികൾ. ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്തരം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊഴിയെടുക്കുകയോ ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം ഉണ്ട്. അതോടൊപ്പം കൂടുതൽ വകുപ്പുകൾ ഈ ചോദ്യം മൊഴിയെടുത്തതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. കുട്ടികൾ നിരന്തരമായി റഡാറിൽ തന്നെ ഉണ്ടോ? അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ തന്നെ ഇരുവരും ഉണ്ടോ? ഇവർ നാടുവിട്ട് പോകുന്നില്ലെന്നോ ഒളിവിൽ പോകുന്നില്ലെന്നോ ഒക്കെയുള്ള ഉറപ്പുവരുത്തുന്നതിനുള്ളൊരു ജാഗ്രത അന്വേഷണ സംഘം കാണിക്കുന്നുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ടീം എത്തി അവരിൽ നിന്ന് നിതിന്റെ ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി ശേഖരിക്കുമോ? ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമോ? ഒപ്പം തന്നെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ പറഞ്ഞത് ഇതൊരു ആത്മഹത്യയാണോ എന്ന് പോലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതിനപ്പുറം ഇതൊരു കൊലപാതകത്തിന്റെ സാധ്യത കൂടി ഉണ്ടോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്ന നിഗമനം എന്താണ്? വലിയ സമ്മർദ്ദത്തിൽ ആത്മഹത്യ, അതിന് പിന്നിൽ ആളുകൾ എന്ന നിലയിൽ ഉറപ്പിക്കുകയാണോ അന്വേഷണ സംഘം ചെയ്തിട്ടുള്ളത്? തീർച്ചയായും കുടുംബം ആരോപിക്കുന്നത് തന്നെയാണ്, ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ്. കാരണം അത്രത്തോളം വലിയ മാനസിക സമ്മർദ്ദം ഈ കുട്ടി നിതിൻ രാജ് നേരിട്ടിട്ടുണ്ട്. അത് കുട്ടികൾ ഇവിടുത്തെ സഹപാഠികൾ അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ അവസാന വർഷ കുട്ടികളെ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. മറ്റുള്ളവർക്ക് ഇപ്പോൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി വീടുകളിൽ പോയി എടുക്കേണ്ട സാഹചര്യം പോലീസുണ്ട്. അങ്ങനെ പോലീസ് ഇപ്പോൾ അത്തരം മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അവസാന വർഷ വിദ്യാർത്ഥികളുടെ നമ്മൾക്ക് അഭിമുഖം തന്ന ആ വിദ്യാർത്ഥികൾ ഇവിടെ രാവിലെ വന്നിങ്ങനെ നിൽക്കുകയായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ പോലും വരാൻ അവർ ഭയപ്പെടുന്നത് നമ്മൾ കണ്ടു. അവസാനം നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്: നമുക്ക് പ്രതികരിക്കാൻ ഭയമാണ്, പ്രതികരിച്ചാൽ നമ്മൾക്ക് വലിയ തോതിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരും. അത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ പോലും പ്രതികരിച്ചാൽ മാർക്ക് കുറയ്ക്കുക, പരീക്ഷയ്ക്ക് തോൽപ്പിക്കുക, അത്തരം ഇവരുടെ ഒരു ടാർഗറ്റ് പിന്നീട് അവർക്ക് എതിരെയായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ഭയപ്പാടോടെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത്. അവർ പിന്നീട് നമ്മൾ ഇത്തരം ഇനി നിതിൻ രാജ്മാർ ഇനി ഉണ്ടാകരുത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യം തുറന്നു പറയണമെന്ന് പറയുമ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. ഏതായാലും പോലീസിന് അവർ കൃത്യമായി മൊഴി നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വലിയ തെളിവുകൾ ഉണ്ടാകും. ഈ മൊബൈൽ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ലത എന്നാണ് ഈ ടീച്ചറുടെ പേര്. അതോടൊപ്പം നിതിന്റെ അമ്മയുടെ പേരും ലത എന്നാണ്. അവിടെയാണ് ഈ പോലീസിന് ചില സംശയങ്ങൾ രാവിലെ തന്നെ വന്നത്. അതോടൊപ്പം ഈ ടീച്ചർ, ലത ടീച്ചർ, ഇവർക്ക് വന്ന സ്ക്രീൻഷോട്ടുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ
ഫോൺ പൂർണ്ണമായും ഈ മൊബൈൽ ലോൺ ആപ്പ് കമ്പനിക്കാർ ഹാക്ക് ചെയ്തിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. പോലീസ് ആ കാര്യത്തിൽ നമുക്ക് അത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്തതിൽ നിന്നും ഈ ലത എന്ന പേരുള്ള നമ്പർ അത് അമ്മയുടെ പേരാണെന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് വിളിക്കുമായിരുന്നു. അത് അപ്പോഴേക്കും അത് ഈ ഇവിടുത്തെ ടീച്ചറുടേതായിരുന്നു ആ നമ്പർ. അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം, ഈ ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിൽ ഉടലെടുത്ത് വന്നത്. ഏതായാലും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മൊബൈൽ ആപ്പ് കമ്പനിയെ ഭാഗത്തുനിന്നും വലിയ ഭീഷണി ഇവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ആ മൊഴി ഇന്ന് ഏതായാലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പുതിയ കേസും ഇന്ന് സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ കേസ് കൂടാതെ അത്തരമൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സൈബർ സംഘങ്ങളും ഇതിനോടൊപ്പം ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 7 അംഗ സംഘമാണുള്ളത്. അതിൽ രേണുക സൂചിപ്പിച്ച പോലെ ഒരു സംഘം തിരുവനന്തപുരത്തേക്ക് മറ്റേ മൊഴികൾ എടുക്കാൻ, അതായത് രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊരു സംഘം ഈ വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം രാവിലെ ഒരു സംഘം ഇവിടെ എത്തിയ ഈ CCTV ദൃശ്യങ്ങളും അതുപോലെ ഇവിടെയുള്ള രേഖകളും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ എന്തായാലും നിർണായകമായ തെളിവുകൾ പോലീസിന് കണ്ടെത്താൻ കഴിയുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. കാരണം പ്രിൻസിപ്പളിന് നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായി ഇങ്ങനെ നിതിൻ രാജ് ഇറങ്ങിപ്പോയത്, അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് പ്രിൻസിപ്പളിന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നാണ് മൊഴിയുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ നടന്ന സംഭാഷണം എന്താണ്, അതായിരിക്കും ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസിന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിനെ തുടർന്നായിരിക്കും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അടുക്കുക. ഏതായാലും ഇവർ ഇപ്പോൾ ഒളിവിൽ പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മുൻകൂർ ജാമ്യമോ മറ്റോ തേടാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ഇവർ കടന്നേക്കാം. പക്ഷേ പോലീസിന് ഈ ഒരു CCTV ദൃശ്യം പരിശോധിക്കുന്നതോടെ ഇതിൽ കൃത്യമായ തെളിവുകൾ കിട്ടും. അവിടെ എന്താണ് സംഭാഷണം ഉണ്ടായത്, നിതിൻ രാജ് എന്തിനാണ് ഇത്ര വലിയ, അതായത് തൊട്ട് മുൻപൊക്കെ സമയങ്ങളിൽ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലകത്ത് എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഇതിലെ തെളിവുകളാകും. ആ CCTV സംസാരിക്കും നിതിൻ രാജ് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന്. ഏതായാലും മൊഴികൾ വളരെ പ്രധാനമാണ്. ഈ സഹപാഠികളുടെ മൊഴി ഉൾപ്പെടെയുള്ള മൊഴികൾ പ്രധാനമാണ്. ഈ അധ്യാപകനെതിരെ നേരത്തെയും നിരവധി പരാതി ഉണ്ടായിരുന്നു. ഒരു തവണ സസ്പെൻഷൻ നേരിട്ടൊരു അധ്യാപകനാണ്. വലിയ തോതിൽ ബോഡി ഷേമിങ് ഈ പെൺകുട്ടികൾക്ക് നേരെയും ഒക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിതിൻ തന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടിൽ വിളിച്ച് ആ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത്തരം മൊഴികളാണ് തിരുവനന്തപുരത്ത് നിന്നും ഒപ്പം ഇവിടെ നിന്നും എല്ലാം പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതിഷേധക്കാർ പറയുന്നത് ഇവരെ ഈ കോളേജിൽ നിന്നും, അതായത് ഈ റാം എന്ന് പറയുന്ന അധ്യാപകനെ ഈ കോളേജിൽ നിന്നും തന്നെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് ഈ പ്രതിഷേധക്കാർ ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായത്. അതോടൊപ്പം ഇത്തരം ഈ മൊബൈൽ ആപ്പ് ഇനി കൂടുതൽ കുട്ടികൾ ആ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടോ എന്ന കാര്യം അതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് ആ വഴിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. മൊബൈൽ ഓൺലൈൻ ആപ്പ് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഈ നിതിൻ രാജിന്റെ മൊബൈൽ ഹാക്ക് ചെയ്തെന്ന കാര്യത്തിൽ പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള ഫോട്ടോസും മുഴുവൻ കോണ്ടാക്ട്സും ഒക്കെ ഇവർ ഹാക്ക് ചെയ്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഇതിലും 14,000 രൂപയാണ് ഇത്തരത്തിൽ താൻ ലോണായി എടുത്തിട്ടുള്ളതെന്ന് കുടുംബം പറയുന്നുണ്ട്. ആ പണം തിരിച്ചടക്കാൻ സാവകാശം വേണമെന്ന് ഇവർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അമ്മയ്ക്ക് ഒരു അസുഖം വന്നപ്പോൾ ഈ പണം, അതായത് ഡെന്റൽ കിറ്റ് വാങ്ങാൻ വെച്ചിരുന്ന പണം ഇത്തരത്തിൽ ആ ഒരു ആശുപത്രി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് ആ പണം തിരിച്ചടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമുക്കറിയാം, അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വളരെ സാധാരണപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബമാണ്. വാടക വീട്ടിലാണ് താമസം. അവർക്ക് ആ 14,000 രൂപ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അടക്കാൻ സാവകാശം വേണമെന്ന് ഈ പലതവണ മൊബൈൽ ലോൺ ആപ്പ് കമ്പനിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ അതിന് നിന്നില്ല. വലിയ തോതിൽ ഭീഷണിയുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ എല്ലാം കൂടെ, അതായത് ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം, അതോടൊപ്പം കോളേജിൽ നിന്നും വലിയ തോതിൽ ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം, അതോടൊപ്പം വളരെ ശ്രദ്ധേയമായ തുടക്കത്തിൽ ഈ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ആ ശബ്ദ സന്ദേശത്തിലുണ്ട്. ആ റാഗിങ്ങുമായുള്ള സമ്മർദ്ദം, ഇതെല്ലാം കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോയതാണോ, അതല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സംഭവം ആ ഒരു പ്രിൻസിപ്പാളിന്റെ മുറിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ, അത് വളരെ പ്രധാനമാണ്. ഏതായാലും നമുക്ക് ഈ വൈകിട്ടോടുകൂടി ഒരു പക്ഷേ ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില സൂചനകൾ ലഭിച്ചേക്കാം. അത്തരം സൂചനകൾക്കാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. എന്തായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ പരിശോധനകളിലാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള മൊഴിയെടുക്കുന്നു ഒരു സംഘം. മറ്റ് സാധ്യതകളും പരിശോധിക്കുകയാണ്. ലോൺ ആപ്പ് ഉയർത്തിയ സമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാകുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.
വീണ്ടും സ്പോട്ട് ലൈവിലേക്ക്. വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകനായി എത്തിയാൽ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും ആരോപണ വിധേയനായ സിനിൽ സബാദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നതാണ് പരാതി. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് SP ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കേസ് അന്വേഷിക്കാൻ കായംകുളം ഡിവൈഎസ്പിക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ട് ചെയ്ത ആ ദിവസം മുതൽക്ക് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി സംഭവം നടന്നു അവിടുന്ന് ഇവിടുന്ന് മലയാറ്റൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതായിരുന്നു ഈ മോട്ടോർ റിക്ഷയിൽ. അപ്പോൾ ഈ പറയുന്ന അതിലുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലൈനൻ്റ്, പിന്നെ കംപ്ലൈനൻ്റിൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ്, 2 മക്കൾ ഒന്നിച്ചാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിയായിട്ട് പറയുന്ന ആളും മറ്റൊന്ന് ഹോസ്പിറ്റലിലേക്ക് അക്കമ്പനി ചെയ്തിട്ടില്ല. സ്പോട്ടിൽ വെച്ചിട്ട് ഈ സീനിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തുള്ളതാണ് ഈ പറയുന്ന കുട്ടി പറയുന്ന മൊളസ്റ്റേഷനിലെ ചാൻസ്. നെക്സ്റ്റ് ഡേ അതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇൻറ്റിമേഷൻ പ്രകാരം അടുത്ത ദിവസം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് 183 എന്നാണ് പറയുക, മുമ്പ് 164, അത് പ്രകാരം ഇതെടുക്കാൻ വേണ്ടി CGM കൊടുത്തു. അത് മറ്റേ പോക്സോ ഓഫൻസ് റേപ്പ് കേസൊക്കെ ആണെങ്കിൽ വിതിൻ 24 hours തന്നെ ഒന്നുണ്ട്. ഇത് കൊടുത്തു. ഇനി CGM നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ശരണ്യ സ്നേഹത്തിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, അപകടത്തിൽപ്പെട്ട യുവതിയാണ് ഈ രീതിയിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. ആ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ല, നിസാര വകുപ്പുകൾ ചുമത്തി, ജാമ്യത്തിൽ വിട്ടയച്ചു, മറ്റ് തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന ഗുരുതര പരാതിയാണ് ആ യുവതി മുന്നോട്ട് വെച്ചിരുന്നത്. താൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി പറഞ്ഞു. പക്ഷേ തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഇല്ല എന്ന് SP വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ പുതിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ? രേണുക, കഴിഞ്ഞ ഏപ്രിൽ 3 ഈ സംഭവം ഉണ്ടായത്. കായംകുളം KPSC ജംഗ്ഷനിൽ വെച്ചാണ് മലയാറ്റൂർ പോയി വന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഈ യുവതിയുടെ സുഹൃത്തും ഭർത്താവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ വാഹനം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഡിവൈഡറിൽ തട്ടി അപകടത്തിൽപ്പെടുന്ന ഓട്ടോറിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അപകടത്തെ തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആളാണ് ഈ സിനിൽ സാബത്ത് എന്ന വ്യക്തി. വ്യാപാരി വ്യവസായിയുടെ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അവിടെ വെച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ യുവതിയെ ലൈംഗികമായി അതിക്രമം കാട്ടി എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. അന്ന് ഈ രാത്രി ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ എക്സ്റേ എടുക്കുമ്പോഴാണ് ഈ ശരീരത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എക്സ്റേ റൂമിൽ വെച്ചാണ് ആദ്യം യുവതി വിവരം നൽകുന്നത്. തുടർന്ന് ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിട്ടു. പരിശോധനയിൽ ആശുപത്രിയിൽ നിന്നും പോലീസിലേക്ക് ഇന്റിമേഷൻ പോയതിനെ തുടർന്നാണ് ഇത് കേസ് എടുക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. 4 FIR വീഴുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. പോലീസ് വ്യക്തമാക്കുന്നത് ഇലക്ഷൻ സംബന്ധമായ ആ സമയത്ത് എന്തെങ്കിലും നടപടിക്രമങ്ങൾ മറ്റെന്തെങ്കിലും കാലതാമസമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ആവശ്യത്തിനൊരു പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിൻ്റെ കുറേ പരിമിതികൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കായംകുളം പോലീസിലെ ഗ്രേഡ് SI ആയിട്ടുള്ള വിനോദാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. വിനോദിൽ നിന്നും ആ കേസ് കായംകുളം DYSP ബിനുകുമാറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഭാഗമായാണ് ആ മാറ്റം എന്നുള്ളത് SP വ്യക്തമാക്കുന്നു. ഈ യുവതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആശുപത്രിയിൽ എത്തിച്ച മറ്റ് വൈദ്യപരിശോധന തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അവിടുന്ന് എക്സ്റേ റൂമിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്കായി ഡോക്ടറെ കണ്ടിട്ടുണ്ട് യുവതി എന്നുള്ളതാണ്. ഇനി ഗൈനക്കോളജിസ്റ്റിന്റെ വൈദ്യപരിശോധനയാണോ എന്നുള്ളതാണ്. കാരണം പുറമെ ആണ് ഈ സംഭവം, അതായത് അതിക്രമം നടന്നത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് എന്നുമാണ് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. അത് തന്നെ. പക്ഷേ യുവതിക്ക് പൂർണ്ണമായ പിന്തുണ ആ വിഷയത്തിനകത്ത് നൽകുമെന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ SP ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ആ യുവതി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കള്ളം പറയേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. പോലീസിനോട് ആദ്യം വെളിപ്പെടുത്തിയത് ഈ വ്യക്തി ആരാണ് എന്ന് അത് അവർക്ക് അറിയില്ലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഒരാൾ അയാളെ കണ്ടാൽ തിരിച്ചറിയാം എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് പോലീസിന് മൊഴിയായി നൽകിയത്.
പിന്നീട് ഇയാളെ തിരിച്ചറിഞ്ഞ് ഇയാളുടെ പേര് വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നേരിട്ടൊരു മുൻപരിചയമോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സ്പോട്ടിൽ വെച്ച് വീണ് കിടന്ന അവസ്ഥയിൽ പൊക്കിയെടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വ്യാപാരി വ്യവസായിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സിനിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. വ്യാപാര വ്യവസായ സമിതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഇതിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിൽ വൈകൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി യുവതി മുന്നോട്ട് വെക്കുന്നു. SP ഇന്ന് വ്യക്തമാക്കിയത് 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട്. അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് കോടതിയാണ് സമയം നൽകേണ്ടത്. 6-ാം തീയതി ആയി എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളും ഫോഴ്സിലെ ചില കുറവുകളും കൊണ്ടാണ്. പക്ഷെ 6-ന് തന്നെ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് കോടതി സമയം തരുന്നതനുസരിച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയുക. ആ സമയം കോടതി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും കർശന നടപടി, അങ്ങനെ ഒരു കള്ളപ്പരാതി ആ യുവതിക്ക് നൽകേണ്ട സാഹചര്യമില്ല. അവർ തമ്മിൽ മുൻകാല പരിചയം പോലുമില്ല. അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് തന്നെയാണ് അവർക്ക് ഇങ്ങനൊരു പരാതിയിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, 25 ലക്ഷം രൂപയോളം ഇയാൾ വാഗ്ദാനം ചെയ്തു. ഈ ആശുപത്രിയിലെത്തി അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊല്ലത്തേക്ക് പോകണമെന്ന് ഭീഷണി മുഴക്കി എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗുരുതര കാര്യങ്ങൾ ആ യുവതി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചുമത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഭീഷണി അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മറ്റു നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി പോകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ 25 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ഈ പരാതി ഒഴിവാക്കാൻ ഉള്ള ശ്രമം നടന്നിട്ടുണ്ട്, പണം വാഗ്ദാനം ചെയ്ത് പരാതി ഒഴിവാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി യുവതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ആളുകൾ ബന്ധപ്പെട്ടു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കൂടി പോലീസ് പരിശോധിക്കും. അതനുസരിച്ച് കൂടുതൽ വകുപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കും എന്നതാണ് പറയുന്നത്. എന്തായാലും യുവതി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നതെങ്കിൽ അത്തരം വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസ് വിശദീകരിക്കുന്നത്. കൊച്ചിയിൽ വയോധികന് മകന്റെ ക്രൂരമർദ്ദനം. ജൂതനടപ്പ് സ്വദേശി 72-കാരനായ പുരുഷനാണ് മർദ്ദനമേറ്റത്. മകൻ പ്രവീൺ പോലീസ് പിടിയിലായി. ഇയാൾ നേരത്തെയും പിതാവിനെ മർദ്ദിച്ചിട്ടുണ്ട്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപ്പോൾ 72-കാരനായ അച്ഛനെ മകൻ തല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മകൻ പ്രവീൺ ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. ഇയാൾ നേരത്തെയും ഇതുപോലെ പിതാവിനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നവമി ദിനേശ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ നേരത്തെയും ഇത് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നു. ഇപ്പോൾ ഇത് നടപടികളിലേക്കൊക്കെ കടന്ന സാഹചര്യം എന്താണ്? പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പോലീസിന്റെ നീക്കം എന്താണ്? രേണുക, ഇന്നലെ രാവിലെയോട് കൂടിയാണ് ഈ പുരുഷന് മർദ്ദനമേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലെത്തി ചികിത്സ തേടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പക്ഷേ പരാതി ഒന്നും നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ പോലീസിന്റെ ശ്രദ്ധയിൽ മുളവുകാട് പോലീസിന്റെ ശ്രദ്ധയിൽ ഈ ദൃശ്യങ്ങൾ പെടുകയും ഉടനെ തന്നെ പുരുഷന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിന്നാണ് തന്നെ മകൻ ക്രൂരമായി മർദ്ദിച്ചു എന്ന കാര്യം പുരുഷൻ പോലീസിനോട് പറയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തു എന്നറിഞ്ഞതിനെ തുടർന്ന്
മകൻ പ്രവീൺ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പോലീസ് പ്രവീണിനെ പിടികൂടിയത്. അതായത് ഇങ്ങനെ മർദ്ദിക്കാനുള്ളൊരു കാരണം ഇത് സ്ഥിരമായി ഇത് ചെയ്യുന്ന ഒരാളാണ്. 6 കേസുകളാണ് ഈ പ്രവീണിന്റെ അച്ഛൻ പുരുഷനും പ്രവീണിന്റെ സഹോദരിയും ചേർന്ന് പ്രവീണിനെതിരെ കൊടുത്തിരിക്കുന്നത്. ഈ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ തന്നെ 6 കേസുകളുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം അച്ഛന്റെ തലയ്ക്കടിച്ചു പരിക്കേൽപ്പിച്ചു എന്നതിലൊരു കേസ് ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് റിമാൻഡിൽ പോയ വ്യക്തിയാണ്. പിന്നീട് അവിടെ നിന്ന് അഡിക്ഷൻ അമിതമായി മദ്യപിച്ചാണ് പിതാവിനോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾക്ക് കാരണം, അതായത് ആ മർദ്ദനത്തിന് കാരണം തന്റെ സ്വത്തുക്കളുടെ, അതായത് അച്ഛന്റെ സ്വത്തിൽ നിന്നും 3 സെന്റാണ് അവരുടെ വീട്. ആ വീട്ടിൽ വല്ലാർപ്പാടത്താണ് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ 3 സെന്റിൽ 1 സെന്റ് മകൾക്ക് എഴുതി കൊടുത്തു ഈ പിതാവ്. അതിന്റെ ദേഷ്യത്തെ തുടർന്നാണ് പ്രവീൺ അച്ഛനെ ഇത്രയും അതിക്രൂരമായി മർദ്ദിച്ചത്. മകളും, അതായത് പുരുഷന്റെ മകളും ഭർത്താവും ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പ്രവീൺ ഇങ്ങനെ അഡിക്ഷൻ സെന്ററിലേക്ക് പോയി. അതായത് നിരന്തരം ഇത്തരത്തിലൊരു ശല്യക്കാരനാണ്. എപ്പോഴും പോലീസിന് പരാതി ലഭിക്കാറുണ്ട്. പിന്നീട് പലപ്പോഴും അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. വീണ്ടും അതിക്രമം തുടർന്നതോടുകൂടിയാണ് മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടി അഡിക്ഷൻ സെന്ററിലേക്ക് പോകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഡിക്ഷൻ സെന്ററിൽ പോയി തിരികെ വന്നതിന് ശേഷമാണ് ഈ സ്വത്തിലെ ഒരു ഭാഗം മകൾക്ക് എഴുതി നൽകി, അല്ലെങ്കിൽ സഹോദരിക്ക് എഴുതി നൽകിയെന്ന് അറിഞ്ഞതിനെ തുടർന്ന് അത് ചോദ്യം ചെയ്താണ് അച്ഛനെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി പ്രവീണിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ഇനി അടുത്ത ഘട്ടം എന്നോണം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പോലീസും പരിശോധിക്കുകയാണ്. മകൾ ഉൾപ്പെടെ വീട്ടിലുണ്ട് എന്ന് പറയുന്നു. അപ്പോ അവർ തന്നെയാണോ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പുറത്ത് വിട്ടിരിക്കുന്നത്? ഇയാൾ സ്ഥിരമായി ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അഡിക്ഷൻ സെന്ററിലാക്കിയതിനു ശേഷവും യാതൊരു മാറ്റവുമില്ല എന്നാണെങ്കിൽ ഇനി എന്താണ് ഇവരുടെ നീക്കം? ഇപ്പോൾ പുരുഷന്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുത്തിട്ടുള്ളത്? മകളും മരുമകളും ഒപ്പമാണ് പുരുഷൻ ആ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ആരാണ് എടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് പോലീസ് പുറത്തു പറയാനും തയ്യാറായിട്ടില്ല. എന്തായാലും അവർ ഈ സംഭവം നടക്കുന്ന സമയത്ത് മകൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. രേണുക ചോദിച്ചതുപോലെ തന്നെ ഇനി പുരുഷന്റെ ഇപ്പോൾ ഭാര്യ മകൾക്കൊപ്പമാണ് താമസിക്കുന്നത്, കുടുംബ വീട്ടിൽ തന്നെയാണ്. പക്ഷെ ഇതിൽ ഇനിയും ഇത് ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നത് പോലീസ് പരിശോധിക്കുകയാണ്. അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ പോലീസ് കേസെടുത്തു റിമാൻഡിൽ പോയി, ഇതിനൊക്കെ പിന്നാലെ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ഈ പ്രവീൺ. പോലീസ് എന്തായാലും ഈ കുടുംബത്തോടുകൂടി ആലോചിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥിരമായി പിതാവിനെ ഉപദ്രവിക്കുന്ന, സഹോദരി ഉപദ്രവിക്കുന്ന മദ്യപാനിയായിട്ടുള്ള ഒരാളാണ് പ്രവീൺ. പഠിച്ച ഒരു BA ബിരുദധാരിയാണ്. അതിനുശേഷം മറ്റ് ജോലിക്കൊന്നും പോകുന്നില്ല. പുരുഷൻ ലോട്ടറി വിറ്റാണ് ഉപജീവന മാർഗം നയിക്കുന്നത്. അതിനിടയിലാണ് പിതാവിനെ ഇത്രയും ക്രൂരമായി മകൻ മർദ്ദിച്ചത്. എന്തായാലും ഇപ്പോൾ റിമാൻഡിലാണ് പ്രവീൺ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്വന്തം പിതാവിനെ മകൻ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇയാൾ അഡിക്ഷൻ സെന്ററിൽ നിന്ന് തിരിച്ചെത്തിയാണ് ഈ ആക്രമണം നടത്തുന്നത്. ഇതിൽ എന്താണ് തുടർ നടപടികൾ വേണ്ടത് എന്നതൊക്കെ പോലീസ് ആലോചിക്കുന്നു എന്നതുകൂടിയാണ് നവമി നൽകുന്ന വിവരം. നമുക്കൊരു ചെറിയ ഇടവേള കൂടിയുണ്ട്. അതിനുശേഷം മറ്റു വാർത്തകളിലേക്ക്. കൊച്ചിയിൽ വയോധികനായ പിതാവിനെ മകൻ ആക്രമിക്കുന്നതാണ് കണ്ടതെങ്കിൽ ഇടുക്കി ഉടുമ്പന്നൂരിൽ സ്വന്തം മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച അച്ഛനാണ് ഉള്ളത്. ആ സംഭവത്തിൽ പിതാവ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഉടുമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 15-കാരനായ മകനാണ് അച്ഛന്റെ അതിക്രമത്തിൽ പരിക്കേറ്റത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ മകനെ ഉപദ്രവിക്കുകയായിരുന്നു. സാഗർ വിവരങ്ങളുമായി ഉണ്ട്. സാഗർ, 15-കാരനായ മകനാണ്. കയ്യിലെ കെട്ട്, ദേഹത്ത് മുഴുവൻ പാടുകൾ ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് ഇത്തരം അതിക്രമങ്ങൾ കാണിക്കാറുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ കസ്റ്റഡിയിലാണോ പ്രതി? തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിലാണ് ഇത്തരത്തിൽ സ്വന്തം മകനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പിതാവ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്.
ഉടുമ്പന്നൂർ സ്വദേശി നജീബിനെയാണ് മകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 15-കാരനായ നജീബിന്റെ മകനാണ് ഇത്തരത്തിലൊരു പരിക്ക് ഏറ്റിട്ടുള്ളത്. ഇന്നലെ രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മദ്യപിച്ച് വീട്ടിലെത്തിയ നജീബ് യാതൊരു പ്രകോപനവുമില്ലാതെ സ്വന്തം മകനെ ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന വടിയും കസേരയും ഉപയോഗിച്ചാണ് നജീബ് മകനെ തല്ലിയതെന്ന് ഈ കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയെ ആദ്യം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലും പിന്നീട് തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ ഇടപെട്ടാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് നജീബിനെ എതിരെ കേസെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിൽ മർദ്ദനം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ നജീബിനെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെയാണ് ചുമത്തി കേസ് എടുത്തിരിക്കുന്നത്. ചൈൽഡ് ലൈൻ അധികൃതരും സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞു. ഇയാളെ നജീബിനെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. സാഗർ, ഈ കുട്ടിയുടെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? അമ്മയ്ക്ക് കുട്ടിയെ പോറ്റാൻ പറ്റാത്ത സാഹചര്യമാണോ? ഏത് തരത്തിലുള്ള സുരക്ഷയാണ് കുട്ടിക്ക് ഇപ്പോൾ ഉറപ്പുവരുത്തുന്നത്? ജനക കുട്ടിയുടെ മാതാവ് തന്നെയാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ ഉപദ്രവിച്ചു. ഇപ്പോൾ കുട്ടിയുടെ ഉൾപ്പെടെ ആയിട്ട് ഇന്നലെ രാത്രി ആശുപത്രിയിലെത്തിയത്. ഈ കുട്ടി വീട്ടിലേക്ക് താമസിച്ചെത്തി എന്നൊരു കാരണം പറഞ്ഞാണ് ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം പിതാവ് നടത്തിയെന്ന് കുട്ടിയുടെ മാതാവ് തന്നെ പോലീസിനോടും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കുട്ടിയെ സ്ഥിരമായി ഇത്തരത്തിൽ ഇയാൾ തല്ലാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഇയാൾ ആക്രമണം നടത്തിയത്. ഈ ചെറിയ നിസ്സാര കാരണം പറഞ്ഞാണ് കുട്ടിയെ ക്രൂരമായി ഇത്തരത്തിൽ ഉപദ്രവിച്ചത്. കുട്ടിയുടെ ശരീരമാസകലം ഇത്തരത്തിൽ ഇയാൾ ഈ വടി കൊണ്ടും കസേര കൊണ്ടും ആക്രമിച്ച പാടുകളുണ്ട്. അത് നമുക്ക് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. ഈ കുട്ടിയുടെ മാതാവ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. കാരണം പിതാവ് പലപ്പോഴും മദ്യപിച്ച ശേഷം വീട്ടിൽ വന്ന് കുട്ടിയെ തല്ലാറുണ്ടെന്നുള്ള കാര്യം മാതാവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാതാവും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഇടപെട്ടാണ് ഇന്നലെ ഇത്തരത്തിലൊരു മർദ്ദനം നടന്നപ്പോൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കുട്ടിയുടെ അടിസ്ഥാനത്തിലാണ്, മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിതാവിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ആലുവയിൽ KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ബൈക്ക് യാത്രികർ ആക്രമിച്ചു. അക്രമം തടയാൻ ശ്രമിച്ച കണ്ടക്ടർക്കും മർദ്ദനമേറ്റു. ബസിന്റെ ഡ്രൈവർ കായംകുളം സ്വദേശി M ശ്യാംകുമാർ, കണ്ടക്ടർ കൊല്ലം ശാസ്താംകോട്ട സ്വദേശി പ്രവീൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതികളിൽ ഒരാളെ ആലുവ പോലീസ് പിടികൂടി. കീഴ്മാട് സ്വദേശി അമീർ നൌഷാദാണ് പോലീസിന്റെ പിടിയിലായത്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ പ്രകോപനം? എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? KSRTC ബസ് തടഞ്ഞ് ഡ്രൈവറെ ആക്രമിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ റോഡിലുണ്ടായ തർക്കമാണോ അതിന് വഴിവെച്ചത്? ശരിക്കും മുൻപിലുള്ള ഒരു കാറിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ബസ് കടന്നപ്പോൾ അതിനൊപ്പം തന്നെ വന്ന ബൈക്കാണ്. അതിൽ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അവർ സൂക്ഷിച്ചു തന്നെയാണ് വാഹനം ഓടിച്ചതെന്നാണ് ഡ്രൈവർ ശ്യാംകുമാർ പറയുന്നത്. അങ്ങനെയാണ്. അതേസമയം ആ സമയത്ത് തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ബസ്സിനെ പിന്തുടർന്ന് വന്ന് ക്രോസ് ചെയ്ത് വാഹനത്തിന് മുൻപിൽ, അതായത് ബസ്സിന് മുൻപിൽ ബൈക്ക് നിർത്തി ക്രോസ് ചെയ്ത ശേഷം ബസ് തടഞ്ഞ ശേഷമാണ് ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് തലയ്ക്ക് അടിച്ച് പരുക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കണ്ടക്ടർ പ്രവീണിനും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ആലുവ കൊട്ടാരക്കര റൂട്ടിലോടുന്ന വാഹനമാണ്. അടൂർ ഡിപ്പോയിലെ ജീവനക്കാരാണ് ഈ പരിക്കേറ്റ ഡ്രൈവർ ശ്യാംകുമാറും അതുപോലെ കണ്ടക്ടർ പ്രവീണും അടൂർ ഡിപ്പോയിലെ ജീവനക്കാരാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മഹിളാലയം കവലയ്ക്ക് സമീപത്ത് വെച്ചിട്ടാണ് ഈ ബസ് കടന്നു പോകുമ്പോൾ എതിർദിശയിൽ ഒരു കാർ വന്നു. ആ കാറിന് സൈഡ് കൊടുക്കുമ്പോൾ ഈ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അതായത് കാറിനെ മറികടക്കുന്ന സാഹചര്യത്തിലാണ്, എതിർദിശയിലല്ല, ക്ഷമിക്കണം, ഒപ്പം വന്ന് കാറിനെ മറികടക്കുന്ന സാഹചര്യത്തിൽ ബൈക്കിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഇടത്തേക്ക് വെട്ടിച്ചു എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഉരസലുണ്ടാവുകയോ അല്ലെങ്കിൽ തമ്മിൽ ഇടിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപകടമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അപകട സാധ്യത ഒഴിവായി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ബൈക്ക് യാത്രികരായിരുന്ന ആളുകൾ പിന്നീട് ഇവിടേക്ക് എത്തി ഈ ബസ്സിനെ പിന്തുടർന്ന് എത്തി ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായ. തുടർന്ന് അതിൽ 19 യാത്രക്കാരുണ്ടായിരുന്നു. ഇവരെ മറ്റു ബസ്സിലേക്ക് കയറ്റിയാണ് യാത്ര
പുനരാരംഭിച്ചത്. ആ ബസ്സിന്റെ ഡ്രൈവർക്ക് പരിക്കേറ്റ ശേഷം അദ്ദേഹത്തെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ തലയ്ക്ക് അല്പം ആഴത്തിലുള്ള പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. അതേസമയം ഈ കണ്ടക്ടർ പ്രവീണിന്റെ പരിക്ക് അത്ര ഗുരുതരമല്ല. രേണുക, ഇതിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സംഭവം ആക്രമണം എന്ന നിലയിലാണോ, അതോ ഈ പ്രതികൾക്ക് ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നത്? 22-കാരനായിട്ടുള്ള അമീർ നൌഷാദിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതിക്ക് അത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ടൊന്നും പോലീസ് പറയുന്നില്ല. അതേസമയം ഈ 2 പേരായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്തിരുന്നത്. അതിൽ ഒരാളെ ഇതുവരെയും പിടികൂടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ പ്രകോപനം, അതായത് യാത്രയുടെ സമയത്ത് ഉണ്ടായിരുന്ന പ്രകോപനം തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, അതിനുണ്ടായ സാഹചര്യം ഇങ്ങനെയാണ്. മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴുണ്ടായ സാഹചര്യം, അത് ഈ ബൈക്കിൽ തട്ടാതെ നോക്കുക തന്നെ ചെയ്തു എന്നാണ് ഡ്രൈവർ പറയുന്നത്. പക്ഷേ പിന്നീട് അവർ ഇത് കടന്നുപോയ ശേഷം പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് വന്ന ശേഷമാണ് വാഹനത്തിന് മുൻപേ ബൈക്ക് നിർത്തി, അത് ക്രോസ് ചെയ്ത് ബൈക്ക് നിർത്തി ഈ വാഹനത്തിൽ ബസ്സിൽ കയറി ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഹെൽമറ്റ് കൊണ്ട് ഈ ഡ്രൈവറെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാഹനങ്ങൾ ഓടിക്കുമ്പോഴുണ്ടാകുന്ന തർക്കങ്ങൾ, ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നമുക്കറിയാം. ഇത്തരത്തിലുള്ള ചെറിയ തർക്കങ്ങളാണ് വലിയ അപകടങ്ങളിലേക്കും വലിയ കൊലപാതകങ്ങളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നതും. അങ്ങനെ തന്നെ നയിച്ചിട്ടുണ്ടായ പ്രകോപനം കൊണ്ടുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ് ഇതെന്ന് വേണം മനസ്സിലാക്കാൻ. അത് തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിലൊരാളെയാണ്, ഈ അനസ് നൌഷാദ് എന്ന് പറയുന്ന ആളെയാണ്, അമീർ നൌഷാദ് എന്ന് പറയുന്ന 22 വയസ്സുകാരനെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ബൈക്ക് യാത്രക്കാരനായ ഒരാൾ കൂടി ഇതിൽ ഉണ്ട്. അതായത് ഈ ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ച ഒരാൾ കൂടിയുണ്ട്, പിടിയിലാകാനുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പാളയം കല്യാൺ സിൽക്സിന് സമീപമുള്ള പെട്രോൾ പമ്പിൽ പുലർച്ചെ കവർച്ച. വെളുപ്പിന് 2 മണിക്ക് നടന്ന മോഷണത്തിൽ 1.5 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ. നമ്മൾ സാധാരണ മോഷണം, കള്ളൻ എന്നൊക്കെ പറയുമ്പോഴുള്ളതുപോലെയല്ല, വലിയ ജെന്റിൽമാൻ കള്ളനാണ്. ഒപ്പം തന്നെ മുഖം ഒന്നും മറച്ചിട്ടില്ല, CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. ഡാൻ, CCTVയിൽ വ്യക്തിയെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ പറ്റുമെന്നതാണ് അന്വേഷണ സംഘം കരുതുന്നത്. നൈറ്റ് പ്രവർത്തിക്കാത്ത പെട്രോൾ പമ്പാണോ? സെക്യൂരിറ്റിയും ഒന്നും ഉണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ? പുലർച്ചെ 2 മണിയോടെയാണ് പാളയം പള്ളിക്ക് സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഒരു യുവാവെത്തി എവിടെയാണ് പണം സൂക്ഷിക്കുന്നതെന്ന് കൃത്യമായൊരു ധാരണയുള്ള ആളെ പോലെ അതിനകത്തേക്ക് പ്രവേശിച്ച് റിസപ്ഷന് അകത്ത് ക്യാഷ് കൗണ്ടർ പൊട്ടിച്ച് അതിനകത്ത് നിന്ന് 1.5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് സാവധാനം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ഈ കടയെക്കുറിച്ച്, ഈ പമ്പിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം.
നിഗമനം. അതോടൊപ്പം ഏതെങ്കിലും ജീവനക്കാരുടെ ഒരു സഹായമോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പിന്തുണയോ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് വിശദമായി പരിശോധിക്കുന്നത്. കാരണം അങ്ങനെ കൃത്യമായൊരു ധാരണയില്ലാത്ത ഒരാൾക്ക് ആ സമയത്ത് കടയ്ക്കുള്ളിൽ കയറി ആരുമില്ലാത്ത തക്കം നോക്കി ആ ലോക്കർ പൊട്ടിച്ച് പണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് നിസ്സാരമായി നിഷ്പ്രയാസം കടന്നു കളയാൻ കഴിയില്ല. അതിന് പിന്നിൽ കൃത്യമായൊരു ആസൂത്രണമുണ്ട്. ആ കടയെക്കുറിച്ചൊരു ധാരണയുള്ളയാളാണ് മോഷണം നടത്തിയിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് മ്യൂസിയം പോലീസുള്ളത്. മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതി ഉടൻ പിടിയിലാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കാരണം അയാളുടെ കൃത്യമായ ദൃശ്യങ്ങളിലൂടെ ഇതാരാണ് എന്ന് തിരിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടയിലെ ജീവനക്കാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യും. അങ്ങനെ പ്രതിയിലേക്ക് എത്താൻ കഴിയും, ഈ മോഷണം നടത്തിയ ആളിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. വൈകാതെ ഇയാൾ പിടിയിലാകുമെന്ന സൂചനയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ രീതിയിൽ ഈ സ്ഥലവും സാഹചര്യങ്ങളും ഒക്കെ പരിചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ കളവ് നടത്തിയിരിക്കുന്നത് എന്നതാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ള നിഗമനം എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും പുലർച്ചെയാണ് ഈ മോഷണം നടന്നത്. അതിൽ 1.5 ലക്ഷം രൂപയാണ് കവർന്നിട്ടിരിക്കുന്നത്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതിൽ പെട്രോൾ പമ്പ് ഉടമയ്ക്ക് ജീവനക്കാർക്ക് ഒക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഏതെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ കണ്ടിരുന്നോ? അവർ പോലീസിനെ അറിയിച്ചിട്ടുള്ള വിവരം എന്താണ്? എപ്പോഴാണ് ഇത് മോഷണം നടന്നു എന്ന് അവർക്ക് തന്നെ വ്യക്തമായത്? അത് സംബന്ധിച്ചൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ്? പുലർച്ചെ സ്ഥാപനം തുറന്നപ്പോഴാണ് ഇങ്ങനെ മോഷണം നടന്ന കാര്യം ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഈ ലോക്കർ പൊട്ടിച്ച നിലയിലായിരുന്നു. അങ്ങനെ പരിശോധന നടത്തുമ്പോഴാണ് അതിൽ സൂക്ഷിച്ചിരുന്ന പണം മുഴുവനും 1.5 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ പണമാണ്, അത് മുഴുവൻ അപഹരിക്കപ്പെട്ടു എന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെ ഉടൻ വിവരം അറിയിക്കുകയെന്ന്. അങ്ങനെയാണ് മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ഇത് ഈ ജീവനക്കാരുടെ ആരുടെയെങ്കിലും ഒരു സഹായമില്ലാതെ ഇത്തരത്തിൽ വലിയൊരു തുക അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. പണം സൂക്ഷിക്കുന്നത് ഈ ലോക്കറിലാണ് എന്ന കാര്യം ഇയാൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും പ്രതി ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് മ്യൂസിയം പോലീസ് നൽകുന്ന സൂചന. ശരി, മ്യൂസിയം പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് പ്രതിയെ ഉടൻ തന്നെ പിടിക്കാനാകും. കാരണം CCTV ദൃശ്യങ്ങളിൽ മുഖം ഉൾപ്പെടെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അവർ ആ രീതിയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച 2 കേസുകളിലും ശങ്കരദാസിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. S വിനേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു അറസ്റ്റാണ്. കോടതി തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. അതിനുശേഷം അസുഖബാധിതനായ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അറസ്റ്റിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ശങ്കരദാസിന് ജാമ്യം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അത് വിമർശനങ്ങൾക്ക് വഴിവെക്കുമോ? എന്തൊക്കെയാണ് കോടതിയിൽ നടന്നത്? വിവരങ്ങൾ, വിശദാംശങ്ങൾ. തീർച്ചയായും വേണുക, കൊല്ലം വിജിലൻസ് കോടതിയാണ് KP ശങ്കരദാസിന് ജാമ്യം അനുവദിച്ചത്. ശങ്കരദാസിന് കൂടി ജാമ്യം ലഭ്യമായതോടെ കേസിൽ മുഴുവൻ പ്രതികളും ജയിൽ മോചിതരായി എന്നുള്ളതാണ്. SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ കാരണമായത്. ദേവസ്വം ബോർഡ് ചെയർമാൻ A. പത്മകുമാർ ചെയർമാനായിരുന്ന സമയത്താണ് ശങ്കരദാസ് ബോർഡംഗമായിരുന്നു. അപ്പോൾ ഈ കേസിൽ നേരിട്ട് പങ്കുണ്ട് എന്നാണ് SIT കണ്ടെത്തിയത്. കേസിൽ 11ാം പ്രതിയാണ് KP ശങ്കരദാസ്. ജനുവരി 14-നാണ്
പ്രത്യേക അന്വേഷണ സംഘം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നതും കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും ശങ്കർദാസ് പ്രതിയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 13 പ്രതികളാണ് നിലവിലുള്ളത്. അതിൽ 12ാമത്തെ പ്രതിയാണ് ഈ ശങ്കർദാസ്. അറസ്റ്റ് ചെയ്തവരിൽ 9 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് റിമാൻഡ് കാലയളവിൽ തന്നെ തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യവും ലഭിച്ചിരുന്നു. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായതിനാലാണ് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. നിലവിൽ റിമാൻഡിലുണ്ടായിരുന്ന ഏക പ്രതിയായിരുന്നു KP ശങ്കർദാസ് കൂടി ജയിൽ മോചിതനാകുന്നതോടെ ഈ കേസിലെ മുഴുവൻ പ്രതികളും ജയിലിൽ നിന്നും പുറത്തിറങ്ങി എന്നുള്ളതാണ് രേണുക പറയാനുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെയുള്ള ലഭിക്കുന്ന വിവരം എന്താണ്? അപ്പോൾ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റാനുള്ള സാധ്യതയാണോ ഉള്ളത്? രേണുക, നിലവിൽ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷെ കോടതിയിൽ SIT ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ചികിത്സയെല്ലാം ലഭ്യമായിരുന്നതും. എന്തായാലും ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചികിത്സ തുടരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. പക്ഷെ ആരോഗ്യസ്ഥിതി അസുഖം ഗുരുതരമല്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചതും. ഈ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി തന്നെ സുപ്രീം കോടതിയിലടക്കം ജാമ്യത്തിന് ശ്രമിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മേൽക്കോടതിയിൽ നിന്നും കീഴ്ക്കോടതിയിൽ നിന്നെല്ലാം തന്നെ ശങ്കർദാസിന് ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ 90 ദിവസം പൂർത്തിയായപ്പോഴാണ് സ്വാഭാവിക ജാമ്യം കിട്ടിയത്. നിലവിൽ ചികിത്സയിൽ തന്നെയാണ്. ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയൊക്കെ ഉണ്ടെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ചികിത്സയ്ക്കെല്ലാം തന്നെ പോകാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ജയിൽ മോചിതനാകാൻ കഴിഞ്ഞു എന്നുള്ളതും ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാവുന്ന ഒരു വാർത്തയാണ്. അപ്പം ഈ കേസിൽ എല്ലാവരും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഈ സാഹചര്യം പ്രശ്നമുള്ളതല്ല എന്നതാണ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയത്. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. ഇത് വലിയ മാനങ്ങളുള്ള കേസാണെന്നും അതുകൊണ്ട് തന്നെ SIT സംബന്ധിച്ച് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്നും ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ചു പോകുന്നത് കുറ്റക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ സഹായകമാകില്ല എന്നതൊക്കെ കോടതി തന്നെ നിരീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ നോക്കൂ, ഇത്രയും ഗൗരവമുള്ള ഒരു കേസിൽ എല്ലാവരും പുറത്തേക്ക് എത്തിയിരിക്കുന്നു. കോടതി നിർബന്ധപൂർവ്വം SP ആയതിനാലാണോ മകൻ SP ആയതിനാലാണോ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച വ്യക്തിക്കുൾപ്പെടെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനി കോടതിയുടെ സമീപനത്തിൽ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ടോ? എങ്ങനെ ഇത് കേസിനെ ബാധിക്കും എന്നതാണ് കരുതുന്നത്? രേണുക, നിലവിൽ നേരത്തെ തന്നെ ഈ കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങിയപ്പോൾ കോടതി പറഞ്ഞിരുന്നു, ഇത് സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാലും ഇതിന്റെ കേസിൽ നിന്നോ അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാരല്ല എന്നാകുന്നില്ല. കൃത്യമായി ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു കാലതാമസമാണ് പ്രതികൾ അപ്പോൾ പുറത്തിറങ്ങാൻ സാധിച്ചത്. അത് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൃത്യമായി കോടതിക്ക് അന്വേഷണ സംഘം വിശദീകരണം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മെഡിക്കൽ രേഖകൾ, അതിലുപരി ശാസ്ത്രീയമായിട്ടുള്ള രേഖകൾ, ഇതെല്ലാം തയ്യാറാക്കാനുള്ള ചില കാലതാമസങ്ങളുണ്ട്. പഴുതടച്ചുള്ള ഒരു കുറ്റപത്രമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. കാരണം ആരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള സാധ്യത ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പഴുതടച്ചുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. വിശ്വാസികളെ വേദനിപ്പിച്ച, വ്രണപ്പെടുത്തിയ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇതിന്റെ പിന്നിൽ വേണ്ടതെന്നതടക്കം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്തായാലും ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പഴുതടച്ചുള്ള കുറ്റപത്രമായിരിക്കും സമർപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയവരും ഒരു പക്ഷേ പ്രതി ചേർത്തവരും എല്ലാം തന്നെ കുറ്റക്കാരായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുമെന്നാണ് രേണുക അറിയുന്നത്. നിലവിൽ ഇതിൽ മുരാരി ബാബു, S ശ്രീകുമാർ, D സുധീഷ് കുമാർ, KS ബൈജു, A പത്മകുമാർ, N വാസു, തന്ത്രി കണ്ഠരൻ രാജീവര്, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, N വിജയകുമാർ, KP ശങ്കർദാസ് എന്നിവരാണ് പ്രതികൾ. കൂടാതെ S ജയശ്രീ ഉണ്ട്. അങ്ങനെ 13 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായത്. നിലവിൽ ഇവർക്കെല്ലാം തന്നെ ജാമ്യം കിട്ടിയ സാഹചര്യവും ഉണ്ട്. രേണുക. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന് കൂടി ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കേസിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ശങ്കർദാസിന് ലഭിച്ചിരിക്കുന്നതും സ്വാഭാവിക ജാമ്യമാണ്. 90 ദിവസത്തിന് ശേഷവും ഈ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. സ്പോട്ട് ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.